അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവെ, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികൾ
സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതിക്കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ്. കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. മത്സരം ഒരു അവസരം. എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നമുണ്ടാകും, ഒരു മുറിയിൽ യേശു ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണം എന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാൻ്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക.
അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ല നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി, അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരും വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തേക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ടാണ് അത് വരുന്നത്. ഇനി രസമെന്ന് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രി അറിയത്തുള്ളതെന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പത് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ, പിന്നെ 2:3 അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. വീഞ്ഞ് തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയണത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും മനസ്സിൽ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98 94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. മക്കളെയും കൊണ്ട് അമ്മമാരും എന്നെ കാണാം. അതുങ്ങളിങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞു കയറി ആൾക്കാരെ നിൽക്കണമെന്ന് അറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാര്യം ദൈവതിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും, കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? ഞാനെന്തിനാണ് ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കണത്? ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാം, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്. മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷവിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്.
അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യണ വിശ്വാസം ഒന്ന് അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം അത് ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്കും മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് ഞാൻ ഒരു 2 വർഷം മുമ്പ് ആദ്യമേ തൊട്ട് പ്രോസസ്സിങ് തുടങ്ങിയതാണ്. ആദ്യം നെതർലാൻഡ് വെച്ചിരുന്നു, അത് റെഡിയായി, അത് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിൽ പിന്നെ നമ്മൾ ഇറ്റലിക്ക് വെച്ചു. ഇറ്റലിയുടെ വെച്ച സമയത്ത് കഴിഞ്ഞ ഡിസംബറിൽ അതിൻ്റെ VFS കാര്യങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂർ പോവുകയും അങ്ങനെ വിസിറ്റിംഗ് വിസയ്ക്കായിരുന്നു. കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ. പക്ഷേ സാധാരണ ആളുകളുടെ വരുന്നതിനേലും കുറേ താമസിച്ചാണ് എൻ്റെ പാസ്പോർട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു രമ്യക്ക് വിസ അടിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷേ പാസ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് റിജക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇത് റിജക്ഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ബാംഗ്ലൂരൊക്കെ വിട്ടേന്ന് ചോദിച്ചു. മറുപടി അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വീണ്ടും വർക്ക് വിസയുടെ ഇതിന് തന്നെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ മാസം ഒരു നിയമം ഇറ്റലിയിൽ വന്നു എന്ന് പറഞ്ഞു. വിസിറ്റിംഗ് വിസയ്ക്ക് ചെല്ലുന്ന ആളുകൾ 6 മാസം കഴിയുമ്പം റിട്ടേൺ പോകണം. അവർക്ക് വർക്ക് വിസ ചെയ്തു കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ അന്ന് എനിക്കത് റെഡിയായി ഞാൻ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയൊക്കെ മുടക്കി പോയിരുന്നെങ്കിൽ എൻ്റെ പൈസയും പോകും, എനിക്ക് ജോലിയും ഉണ്ടാവില്ലായിരുന്നു. അതെൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അമ്മ അത് റിജക്ഷൻ ആക്കി എന്നെ ഇവിടെ നിർത്തിയത്. അതിനുശേഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ വർക്ക് വിസയ്ക്കാണെങ്കിൽ ഒരുപാട് പൈസ വേണം. ഇനി എനിക്ക് മെറിറ്റില്ല. ഞാൻ നേരത്തെ സാക്ഷ്യത്തിലും പറഞ്ഞിട്ട് എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ദ ഗോഡ്, താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറയും. അമ്മയ്ക്കറിയാത്ത ഒരു വിഷയങ്ങളും എനിക്കില്ല. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായത് എന്താണോ അതെനിക്ക് തന്നാൽ മതിയെന്നാണ് ഞാൻ പറയാറുള്ളത് അമ്മയോട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗദിയിലേക്കുള്ള ഒരു ജോലിയുടെ കാര്യം വന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ VFSൻ്റെ ഡേറ്റ് വന്ന സമയത്ത് അതിൻ്റെ തിങ്കളാഴ്ച എനിക്ക് ചൊവ്വാഴ്ച ഡേറ്റ് വന്നു. അപ്പം അതിൻ്റെ ഞായറാഴ്ച എനിക്ക് ഇടവക പള്ളിയിൽ വെച്ച് അച്ഛനെ കാണാനായിട്ട് ഭാഗ്യമുണ്ടായി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. ആ VFS ഓഫീസിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ. അപ്പോൾ അച്ഛൻ അന്ന് അവിടെ യാദൃശ്ചികമായി വന്നതാണ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ VFSന് പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന് ജപമാല എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നേർച്ച വസ്തുവായ ഉപ്പ്, ഈ ഉപ്പ്, തേന്, തൈലം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ഉപ്പും തേനും ഈ വെഞ്ചരിൻ്റെ ഉടമ്പടി തൈലവും അത് തൊട്ട് പ്രാർത്ഥിക്കാതെ ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ഒരു ഞാനല്ല ഇപ്പോൾ ഉള്ളത്. കാരണം 3 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ബാക്കി ദൈവം ചെയ്തോളൂ, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് അച്ഛന് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്താണ് ഞാൻ 2022 ഏപ്രിലിൽ ഇവിടെ വന്ന്, ഇതെൻ്റെ ഏട്ടത്തിയമ്മയാണ്, ഞാനും ഏട്ടത്തിയമ്മയും കൂടി വന്നാണ് ഇവിടെ ഇരുന്ന് ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് എൻ്റെ മാതാവ്, കുഞ്ഞിലേ തൊട്ട് എൻ്റെ മാതാവിനോട് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഒരു യാക്കോബ ഇതിൽ ജനിച്ച ഒരാളാണ് ഞാനെങ്കിലും എനിക്കൊരു അറിവ് കിട്ടിയ പ്രായം തൊട്ടിട്ട് ജപമാല ചൊല്ലാനും
മാതാവിനെ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഈ കൃപാസനത്തിൽ 10-17 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. അമ്മേനോട് എന്തോ ഒരു ഭയങ്കര ആകർഷണമാണ്. ഞാൻ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞാൻ അമ്മയുടെ അടുത്ത് പോകാമെന്ന് പറയുമ്പം ചിലരെന്നോട് ചോദിക്കും വീട്ടിൽ പോവുകയാണോ എന്ന്. ഞാൻ പറയും അതെ, എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് പറയും. ഞാനിവിടെ വന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരിക്കും, മാസ്ക് വെച്ചിരുന്നിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. അതായത് ആരും കാണാതിരിക്കാൻ എൻ്റെ അമ്മ മാത്രം കണ്ടാൽ മതിയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും. ഞാൻ ഈ വിദേശ ജോലിയൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. എനിക്ക് അമ്മ ഉടമ്പടി നിയോഗത്തിലൂടെ ഒരു ഭവനം തന്നിരുന്നു. അന്ന് എനിക്കൊരു നല്ല സാലറി ഉള്ള ജോലി ഉണ്ടായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടപ്പോൾ, അതായത് ഞാൻ എൻ്റെ മെറിറ്റിൽ നിന്നപ്പോഴാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് ലോണ് കാര്യങ്ങൾ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ലോണ് അന്ന് ഞാനിവിടെ ഒരു സാക്ഷി പറഞ്ഞിരുന്നു, ലോണ് മുടങ്ങിയ സമയത്ത് ബാങ്കുകാർ വന്നതിന് ശേഷം അച്ഛൻ എനിക്കൊരു വെഞ്ചരിച്ച കാശുരൂപം തന്നിരുന്നു. ആ കാശുരൂപം ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കുകയും വെഞ്ചരിച്ച ഉപ്പ് വീടിന് ചുറ്റും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വാസപ്രമാണം ചൊല്ലി ആ വീടിന് ചുറ്റും ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കേട്ടാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഈ 2.5 വർഷം എങ്ങനെയാണ് ഞങ്ങളുടെ ലോണും കാര്യങ്ങളും അടഞ്ഞു പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. കാരണം അത്രവിധ അത്ഭുതകരമായിട്ട് ഓരോ വ്യക്തികളെ ദൈവം ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയായിരുന്നു. 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി ലോൺ അടയ്ക്കണം, 8-ാം തീയതി വരെയും ചിലപ്പോൾ ഒരു മാർഗവും ഉണ്ടാവില്ല. പക്ഷേ അമ്മയോട് ഞാൻ പറയും, അമ്മേ എന്നെ നാണം കെടുത്തരുത്, എൻ്റെ അമ്മ എനിക്കൊരു മാർഗം കാണിക്കണം എന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോൾ, അന്ന് ഉച്ച സമയമാണെങ്കിൽ ചിലപ്പോൾ അന്നായിരിക്കും ആ സമയത്ത് ഒരു വഴി. അതിന് എൻ്റെ ഏട്ടത്തിയമ്മ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല വ്യക്തികൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പോലും സാധ്യതയില്ലാത്ത വ്യക്തികളിലൂടെയൊക്കെയാണ് അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അമ്മ ഞാൻ എവിടെ പോയാലും ഞാൻ ഇറങ്ങാൻ നേരത്ത് പറയും, അമ്മേ ഈശോനെയും കൂടി കൂട്ടി എൻ്റെ കൂടെ വന്നേക്കണം. ഒരു ബസ്സിൽ കയറിയാലും ഒരു വണ്ടിയിൽ യാത്ര ചെയ്താലും ഒക്കെ ഒരു സ്പേസ് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇടും. അങ്ങനെ ബസ്സിലൊക്കെ വെച്ച് എനിക്ക് അമ്മയുടെ സാന്നിധ്യം വേറെ ആളുകളായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് അമ്മ എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പം എൻ്റെ മുറിയിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് എനിക്കറിയാം, സുഗന്ധാഭിഷേകം പ്രാർത്ഥിക്കുന്ന തിരിയിൽ അമ്മ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ജോലി തടസ്സങ്ങൾ നേരിടുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചും കൂടിയൊക്കെ റെഡിയാകാനുണ്ട്, അത് റെഡിയായി കഴിയുമ്പോൾ എനിക്ക് തരും. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളും എൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ പല സാഹചര്യങ്ങൾ, എൻ്റെ മോള് നേഴ്സിംഗ് പഠിക്കുവാണ്, മോൾക്ക് 1 രൂപ ലോണ് പോലും കിട്ടിയില്ല. 10 ലക്ഷം രൂപയാണ് അവളുടെ നേഴ്സിംഗ് ഫീസ് എന്ന് പറയുന്നത്. 3ാമത്തെ വർഷമാണ് എൻ്റെ മോള് പഠിക്കുന്നത്. ഈ 3 വർഷവും ലോണില്ലാതെയാണ് ഫീസ് അടച്ചിരിക്കുന്നത്. എല്ലാവരും ചോദിക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചത്. ചിലർ പറയുന്നുണ്ട് ആരോ അവരെ സഹായിക്കുന്നുണ്ട്, ആരോ അവർക്ക് രഹസ്യത്തിൽ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. അതെ, ശരിയാണ്. എനിക്ക് രഹസ്യത്തിൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞിട്ടാണ് എനിക്ക് സഹായങ്ങൾ വാങ്ങിച്ചു തരുന്നത്. എനിക്കത് പറയുമ്പോൾ ഞാൻ വികാരമായി പോകുമെന്ന് എനിക്കറിയില്ല. പല സാഹചര്യങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഒറ്റപ്പെടുത്തലിൻ്റെ സാഹചര്യങ്ങൾ, നമ്മുടെ പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലെല്ലാം ഓരോ മനുഷ്യരിടപെട്ടപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ അമ്മ അതിനകത്ത് ഒരാളെ നിയോഗിക്കും. ആ ആൾ വഴി ആ സത്യങ്ങളെല്ലാം പുറത്തു വരും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കുമെന്ന് കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാനിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അത്രയേറെ വിഷമിച്ചെങ്കിലും ഇത്രയേറെ ബാധ്യതകൾ ഉണ്ടായിരുന്നപ്പോഴും എനിക്കൊരു രോഗം വന്നപ്പോഴും, അത് ഞാൻ പറഞ്ഞ സാക്ഷ്യമാണ്, എപ്പോഴും അമ്മ എൻ്റെ കൂടെ. എനിക്കറിയില്ല ഇത്രയേറെ അമ്മ എന്നെ എന്തുകൊണ്ട് സ്നേഹിച്ചു എന്ന് ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്. കാരണം ഭൂമിയിൽ ആരുമില്ലാത്തവർക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക്, ദുരന്തങ്ങൾ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുമ്പോൾ നിങ്ങളാരും ഭയപ്പെടേണ്ട, ഈ അമ്മയെ നോക്കുക. അമ്മ പറയുന്ന എന്താണോ അമ്മ പറഞ്ഞത് അതുപോലെ, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നമായിരുന്നാലും
അത് എത്ര മനുഷ്യർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. മനുഷ്യരിൽ ആശ്രയിക്കരുത്, രക്ഷ തരാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുതെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മനുഷ്യരെ വിശ്വസിക്കരുത്, അവർ അവസാന നിമിഷം നമ്മളെ ചതിക്കും. പക്ഷെ അമ്മ നല്ല വഴിയാണെങ്കിൽ സമയമെടുത്താണേലും നമ്മളെ നടത്തുമെന്നുള്ളൂ എന്നോടൊരു വലിയ സാക്ഷിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ സംഭവങ്ങൾ ഞാൻ വളരെ ശാന്തമായ അമ്മയ്ക്കും ഈശോയ്ക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കഴിവില്ല, എൻ്റെ കൂടെയുള്ള ആർക്കും ഇനി എന്നെ സഹായിക്കാൻ സാധിക്കില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മാസം ഞാനിവിടെ പുതുക്കാൻ വന്ന സമയത്ത് ഞാനിവിടെ ലൈനിൽ നിന്നപ്പോഴും വച്ചപ്പോഴും എല്ലാം ഞാനിവിടെ നിന്ന് ചൊല്ലി അച്ഛൻ പറയുന്ന പോലെ വിശ്വാസ പ്രമാണം വായ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ചൊല്ലേണ്ടതെന്ന്. അന്ന് ഞാൻ ചൊല്ലിയ വിശ്വാസ പ്രമാണത്തിന് കണക്കില്ലായിരുന്നു ഇവിടെ നിന്ന്. അന്ന് ഒരിക്കലും ചെയ്യാത്തത്രയും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ എവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ അവിടെ വന്നൊന്ന് നോക്കും, അമ്മേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, പോകാൻ നേരത്ത് ഞാൻ പറയും, അമ്മേ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ വരുമ്പോഴേക്കും എന്നെ കാത്തേക്കണം എന്ന് പറയും. അമ്മ അത് അതേപോലെ തന്നെ ഒരു ചതിയിലോ വഞ്ചനയിലോ ഒന്നും വീഴിക്കാതെ നമ്മളുടേതായ തെറ്റുകൊണ്ട് എന്ത് സംഭവിച്ചാലും അമ്മ അതിൽ നിന്നെല്ലാം കറക്കി നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ആരൊക്കെ നമ്മൾ ഉപദ്രവിക്കാനിരുന്നാലും അമ്മ ഒരിക്കലും, അത് ഉടമ്പടിയുടെ സംരക്ഷണമാണ്. അതിനകത്ത് അച്ഛൻ ഇന്ന് രാവിലെ ഡെയിലി ബ്രെഡിലും പറഞ്ഞത് അതാണ്, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, ആ പാതി ഇല്ലാത്തവർക്കും വേണ്ടതെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഇതൊരു മാർഗവും ഇല്ലാത്തവർക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം, ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ മന്ന തന്നെയാണ്. അതുപോലെ എനിക്ക് സ്വപ്നത്തിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പം എൻ്റെ ഈ ജോലിക്കാരും വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ്, എടാ അവൾ പോവുകയാണല്ലോ, അവൾ ഇങ്ങനെ ജോലി കിട്ടി പോവുകയാണല്ലോ, നിൻ്റെ കാര്യമൊക്കെ എന്തായെന്ന് അച്ഛൻ ചോദിച്ചെന്ന്. അവൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ചേച്ചി ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന്. അച്ഛൻ പള്ളി വന്നപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നിൻ്റെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മകളെ എന്ന്. അച്ഛൻ എനിക്ക് വേണ്ടി ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രാർത്ഥനാ ജീവിതം, ഞാൻ വചനങ്ങൾ എഴുതും, എനിക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ആളുകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും എനിക്ക് കിട്ടി. എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാണ്. എൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അച്ഛൻ്റെ പ്രാർത്ഥനകൾ, ഡെയിലി ബ്രെഡ്, ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ഒരു ചെറിയ അവസരം ആരെങ്കിലും എന്നോടൊരു രോഗം പറഞ്ഞാൽ ഞാൻ ആ രോഗം ഒരു ദുരിതമായിട്ട് കേട്ടോണ്ടിരിക്കാറില്ല. ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞാൽ മതി. നിങ്ങൾ മനുഷ്യരോട് ഈ പറഞ്ഞു നടക്കുന്ന സമയത്ത് നിങ്ങളത് ദൈവത്തോട് പറ, പരിശുദ്ധ അമ്മയോട് പറ, നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിലെ ഡിവോഴ്സിൻ്റെ കേസുകൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതെന്നോട് ചോദിച്ചു, ചേച്ചി എന്താ ഒന്നും റിപ്ലൈ പറയാത്തതെന്ന്. ഞാൻ പറയും, ഞാനല്ല അതിന് സംസാരിക്കേണ്ടത്, ഞാൻ അത് കേട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു മറുപടി തന്നതുകൊണ്ട് അതിനൊരു പരിഹാരമില്ല. നിങ്ങളത് ദൈവത്തോട് പറയുവാണെങ്കിൽ ദൈവം അതവിടെ എഴുതി ചേർക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ പറയും. അതേപോലെ രോഗികൾ പറയുമ്പോഴും ഞാൻ ആദ്യം ഇതാ പറയുക, നിങ്ങൾ കൃപാസനത്തിൽ പോയായിരുന്നോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരില്ല ഉടമ്പടി എടുത്തിട്ടില്ല, പത്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, പത്രം കിട്ടിയിട്ട് അത് അറിവ് നമുക്ക് ദൈവം തന്ന ഒരു മെസ്സേജാണ്. അപ്പം നിങ്ങൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ മാറിയവർ എന്നോട് പറയും, സാക്ഷ്യം പറയാമെന്ന് പറയും. ഉടമ്പടി എടുത്തവരുണ്ട്, ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ ഭർത്താവ് വിദേശത്ത് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുക. പിന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ ഈ ചേട്ടത്തിയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ചേട്ടത്തി നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടത്തി എൻ്റെ നിയോഗം വെച്ചിട്ട് മാതാവിനോട്, മാതാവേ അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നതല്ലേ, മാതാവ് കാത്തുവെക്കണേ, അവളെ നോക്കിയേക്കണേ എന്നൊക്കെ ചേട്ടത്തി പറയും മാതാവിനോട്. അങ്ങനെ ഞങ്ങൾ മാതാവിനോടും ഈശോയോടുമാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഞാൻ ഒരു അനാവശ്യ ടോക്കുകൾക്ക് ഇരിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കോ അധികം സമയം ഇതാക്കാറില്ല. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഉടമ്പടി പ്രാർത്ഥന എവിടെ പോയാലും മുടക്കാറില്ല. എത്ര നേരത്തെ എവിടെ പോകണം, രാവിലെ തന്നെ എഴുന്നേറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റില്ലെങ്കിൽ അത് ഇടസമയത്ത് അത് കേട്ട് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടും. അച്ഛൻ എപ്പോഴും ഞാൻ വിഷമസന്ധിയിൽ അച്ഛൻ്റെ ഇത് ഓപ്പൺ ചെയ്താൽ അച്ഛൻ അതിനകത്ത് എനിക്കുള്ള
മെസ്സേജ് അതിനകത്ത് ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കും അത് ശരിയാണല്ലോ, എന്താ ഞാൻ അങ്ങനെ ചിന്തിക്കാതിരുന്നത്, അച്ഛൻ പറഞ്ഞപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്കൊരു മെസ്സേജ് അച്ഛനിലൂടെയാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും എന്നോട് മാതാവ്, എനിക്ക് നേരിട്ട് കാണാൻ പറ്റാത്തപ്പോഴൊക്കെ അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് പോകും. അപ്പോൾ ഒരിക്കൽ എനിക്ക് എന്നെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ അവരെന്നെ എവിടെയോ വിളിച്ചുകൊണ്ട് പോകുമ്പം അച്ഛൻ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ്, നീ എവിടെ പോകുന്നു, നീ ഇവിടെ വാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് അച്ഛൻ ഒരു പള്ളിയുടെ അകത്തേക്ക് ആക്കി തന്നിട്ട് അച്ഛൻ പോയി. അപ്പം ഞാൻ ഓർക്കും ഏതോ ഒരു അപകടം വരാനിരുന്നത് സ്വപ്നത്തിലൂടെ അച്ഛൻ വന്ന് എനിക്കത് മാറ്റി തന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഇതാണ്, നമ്മുടെ പേപ്പർ ഇവിടുന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ 2 മാസം മുമ്പ് വേളാങ്കണ്ണി പോയിരുന്നു. അപ്പോൾ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് അവിടെ എല്ലാം കൊണ്ടേ കൊടുത്തിരുന്നു. ഒത്തിരി ആളുകൾക്ക് കൊടുക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അതേപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചു കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച് പേപ്പറുകൾ വിതരണം ചെയ്യുക. പിന്നെ പൊതിച്ചോറ്, കൂടുതലും പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, വിശന്നിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. പിന്നെ ഈ രോഗത്തിലൊക്കെ കഴിയുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ ഇല്ലല്ലോ, 1000 രൂപയെങ്കിലും ഇല്ലാണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. 1000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 200 രൂപയെങ്കിലും നമ്മൾ കൊടുത്തു നോക്ക് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് 2000-ൻ്റെ സഹായം വേറെ വഴിയിൽ നിന്ന് ഈശോ തരും. അതെൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. പലരും അങ്ങനെയാണ്, പൈസ ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ തന്ന കാര്യങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. ഈശോയോട് എപ്പോഴും പണ്ടൊക്കെ ഞാനിങ്ങനെ ഇവിടെ വന്ന് അധികം നിയോഗമൊന്നും ഞാൻ വെക്കാറില്ല. ഞാൻ ഈ ഒരു കാര്യം പറയാം, അമ്മ ഇന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ നോക്കിയിട്ടത് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ രോഗികൾക്ക്, പിന്നെ അതുപോലെ തന്നെ വിധവകൾ, അങ്ങനെയൊക്കെ കുറേയൊക്കെ എഴുതി വെക്കാറ്. അപ്പം മാതാവിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് തന്നതിന് എന്തുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നില്ല? നമ്മൾ നന്ദി പറയാതെ തരാത്തതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നന്ദി ഇന്ന് തൊട്ട് നമ്മൾ തന്നതിന് നന്ദി പറഞ്ഞാൽ തരാൻ പോകുന്നത് ദൈവം അതിനേലും വലുതായിരിക്കും. അച്ഛൻ പറയുന്നത് പോലെ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഉടമ്പടിയിൽ നിലനിൽക്കേണ്ടത്. ഇതിന് ശേഷവും നമുക്ക് ദൈവം ഒരു ജീവിതമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. വാശിയും വൈരാഗ്യവും ദേഷ്യവും മറ്റുള്ളവരെ താഴ്ത്തി അങ്ങനെ നമ്മൾ ഉടമ്പടിയിലായ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുക, ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. പിന്നെ വചനങ്ങൾ എഴുതും. ഇപ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13, നിൻ്റെ ദൈവമായ കർത്താവായി ഞാനാണ് നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു വചനമായിരുന്നു. കാരണം ഞാൻ ഓർത്തു, ഞാൻ ആരുടെ കയ്യിലാണ് പിടിക്കണ്ടേ? ഈശോയുടെ എൻ്റെ അമ്മയുടെയും കയ്യിലല്ലേ പിടിക്കണ്ടേ? വേറെ ആരുടെ കയ്യിൽ പിടിച്ചാലും അവർ ആ കൈ കുടഞ്ഞു നമ്മളെ ഉന്തിയിട്ടിട്ട് പോകും. ആ വചനം അന്ന് കേട്ടിട്ട് അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ വരാൻ പോകുമ്പോഴത്തേനും അമ്മ എനിക്കിങ്ങനെ മുൻകൂട്ടി പറഞ്ഞു തരും, ഇന്നതുപോലെ വരും, ഇന്നതുപോലെ. അത് കറക്റ്റായിരിക്കും. ഞാനത് വീട്ടിൽ പറയുകയും ചെയ്യും, ഇത് കറക്റ്റാണ്, ഇത് നടക്കും കേട്ടോ, ഇത് മാതാവ് പറഞ്ഞേക്കണ കാര്യമാണെന്ന് പറഞ്ഞിട്ട്. അല്ലാത്ത കാര്യം നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു മാതാവിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നോക്കും ഞാൻ, അപ്പം മാതാവ് അനങ്ങത്തില്ല. വേറെ നല്ല എന്തെങ്കിലും നടക്കുന്ന നല്ല കാര്യമാണ് എന്നെ നോക്കി പുഞ്ചിരിക്കും. എനിക്കത് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും മാതാവിന് അത് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന്. ഇപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും മാതാവിൻ്റെ മുഖത്ത് ആ പ്രസന്നത ഞാൻ കണ്ടതാണ്. അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം. വചനം എഴുതുക, വചനങ്ങൾ ഷെയർ ചെയ്യുക, പ്രാർത്ഥന ഷെയർ ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, പേപ്പർ കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കൽ കാര്യങ്ങളൊക്കെയാണ്. കുർബാന, നിത്യവും കുർബാന, എല്ലാ ദിവസവും അടുത്തുള്ള പള്ളികളിൽ പോയി കുർബാന കാണും. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. പള്ളികളിൽ പോകുമ്പോൾ എല്ലാ സെമിത്തേരിയും സന്ദർശിച്ചിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇനിയും എൻ്റെ മരണം വരെ, എൻ്റെ കുടുംബത്തിൻ്റെ മരണം വരെയും ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നടക്കാനും തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ എനിക്ക് ഈശോ വഴി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 39-ാം തിരുവചനം, ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രമ്യ സൈമൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടർച്ചയുള്ള ഒരു സാക്ഷ്യമാണ് രമ്യ ഇവിടെ ഏറ്റുപറഞ്ഞത്. സമയ ചുരുക്കത്തിൽ
പരിശുദ്ധ അമ്മ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ തൻ്റെ ഒരു വലിയ ജീവിത സാധ്യത തുറന്നു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യത്തേക്കാൾ കൂടുതൽ അമ്മ ഇടപെടുന്നതും ഈശോ തനിക്ക് എന്താണെന്നും ഉടമ്പടി തൻ്റെ ജീവിതത്തിൽ എന്താണെന്നുമൊക്കെ വളരെ ശക്തമായി ലോകത്തോട് വിളിച്ചു പറയുന്ന രമ്യയുടെ ഒരു സാക്ഷ്യമാണിത്. അമ്മയാണ് എനിക്ക് വേണ്ടി എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതും എൻ്റെ രഹസ്യത്തിൽ എൻ്റെ യേശുവിനോട് പറയുന്ന കാര്യങ്ങൾ ആരും കാണാതിരിക്കാൻ ഞാൻ മാസ്ക് ധരിച്ച് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ നോക്കി എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കണേ എന്ന് ഞാൻ വളരെ സൈലൻ്റായി പ്രാർത്ഥിച്ചു പോയി. നിമിഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തു തരുന്നു. ഈശോ എന്നോടൊപ്പമുണ്ട്. ഞാൻ എവിടെ സഞ്ചരിച്ചാലും എൻ്റെ വീടിനകത്തും എപ്പോഴും ഒരാൾ കൂടെ നടക്കുന്ന ഒരു അനുഭവം. പരിശുദ്ധ അമ്മയോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വലിയ കൃപ. സ്വപ്ന ദർശനങ്ങളിലൂടെയെല്ലാം ഈ മകൾക്ക് എപ്പോഴും ആവശ്യമുള്ള മെസ്സേജ് ഡെയിലി ബ്രെഡിലൂടെയും ഉടമ്പടി ധ്യാനത്തിലൂടെയും എപ്പോഴെല്ലാം അത് തുറക്കുന്നുവോ അപ്പോഴെല്ലാം പങ്കെടുക്കുമ്പോൾ തനിക്ക് ആവശ്യമായ മെസ്സേജുകൾ ലഭിക്കുന്നു. അങ്ങനെ എപ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുന്ന ജീവിതം ഒരു ലെവൽ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണിത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് ദൈവം എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ പേര് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനും വറി ചെയ്യേണ്ട ആവശ്യമില്ല. രമ്യ പറയുന്നത് അത് തന്നെയാണ്. എനിക്കിപ്പോൾ ഒന്നിനും വറി ഞാൻ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാമാണോ ആത്മാക്കൾക്ക് ഈശോയെ കൊണ്ട് ആവശ്യം അവരെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം കൃത്യമായി ദൈവകൽപ്പനകളോട് ചേർന്ന് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടി മകളെ സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി രമ്യയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.